ഹലോ നമസ്കാരം. ഇന്ന് ഇതൊരു ത്രോട്ടിൽ ബോഡിയാണ്. ഇത് എല്ലാവർക്കും അറിയാം, എല്ലാ വണ്ടിക്കും വരുന്നതാണ്. ഇപ്പം ന്യൂ മോഡൽ ജനറേഷൻ എല്ലാ വണ്ടികൾക്കും ഈ ത്രോട്ടിൽ ബോഡി വരുന്നതാണ്. ഇത് സാധാരണ ചില മോഡലുകൾക്ക് കംപ്ലൈന്റ് വരാറുണ്ട്. ഇതിന് കസ്റ്റമർ കംപ്ലൈന്റ് പറയുന്നത് RPM ഫ്ലക്ച്വേറ്റിംഗ്. ഇത് സ്കാൻ ചെയ്ത് നോക്കി, സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി. അപ്പോൾ ഇത് സെൻസറിന്റെ വാല്യൂ കറക്റ്റ് അല്ല കാണിക്കുന്നത്. അതേമാതിരി തന്നെ ത്രോട്ടിൽ ബോഡിയും ചെറുതായിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് കാരണം എയർ കൂടുതൽ എടുക്കുമ്പോൾ RPM ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായി ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഈ രണ്ട് സെൻസറിന്റെ ഇഷ്യൂസ് ആണ് ത്രോട്ടിൽ റെസ്പോണ്ട് ആവാതിരിക്കുക, അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇതിലിപ്പോൾ മെയിനായിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കംപ്ലൈൻ്റ് ആണ്. ഈ വീലിന്റെ ടീത്ത് പൊട്ടിപ്പോയി. എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഇവിടെ നോക്കി ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ടീത്ത് പൊട്ടിപ്പോയി. അതിൽ TP സെൻസർ വർക്ക് ആകുമ്പോൾ, ഈ മോട്ടർ വർക്ക് ആകുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ പ്ലേ വരുന്നത് കാരണം അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് RPM ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ടായിരുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് കിട്ടില്ല. നമ്മളിപ്പോൾ വേറെ ത്രോട്ടിൽ വെക്കേണ്ട വരും ഇതിന്.